ഹായ് ജെയ് ആസ്പിരൻസ്, ജെയ് മെയിൻ സെഷൻ 1 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. പേപ്പർ 1 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെയും ആൻഡ് പേപ്പർ 2 30-ാം തീയതിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നമുക്ക് 2 ഷിഫ്റ്റുകളിലായിട്ടാണ് പേപ്പർ 1 കണ്ടക്ട് ചെയ്യുന്നത്. അതായത് രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഒരു സെഷനും ആൻഡ് ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെ അടുത്തൊരു സെഷനും. ഇനി നമ്മളുടെ പേപ്പർ 2 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈവനിങ് 3 മണി മുതൽ 6:30 വരെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഡ്മിറ്റ് കാർഡാണ്. ഓക്കെ, സോ അഡ്മിറ്റ് കാർഡാണ് നമ്മളുടെ കയ്യിൽ വേണം. സോ അതെന്താ, A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള അഡ്മിറ്റ് കാർഡ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് കളർഫുൾ ആണോ അല്ലെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അത് മാറ്റർ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ പ്രൈമറിലി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഒപ്പം തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് നിങ്ങൾക്ക് വേണം. ഓക്കെ, വാലിഡ് ID പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഏതൊരു വാലിഡ് ID പ്രൂഫ് നിങ്ങൾക്ക് ഒറിജിനൽ ID പ്രൂഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, ഫോട്ടോ ഉള്ള ആധാർ കാർഡ്, നിങ്ങളുടെ വോട്ടേഴ്സ് ID, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് മുതലായിട്ടുള്ള ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള വാലിഡ് ID പ്രൂഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താ, ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് വേണം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോൾ പെൻ, നിങ്ങൾക്ക് റഫ് വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി റഫ് വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബോൾ പെൻ, ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പെൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു വാട്ടർ ബോട്ടിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ബോൾ പെന്നും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതെന്തായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഈ 2 ആൾക്കാരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇനി നിങ്ങളുടെ ഡ്രസ്സ്. സോ ഒരു ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തല മറയ്ക്കുന്ന അല്ലെങ്കിൽ ഫുൾ കൈ മറയ്ക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് അവിടെ അലൗഡ് അല്ല. ഓക്കെ, ഒപ്പം തന്നെ ഇനി നിങ്ങൾ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പുകളാണെങ്കിലും ഷൂ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ധരിക്കാണ്ടിരിക്കുക. നിങ്ങൾ സാധാ ചപ്പലൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് ഓർണമെൻറ്റ്സ് യാതൊന്നും തന്നെ ധരിക്കാതിരിക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹാഫ് സ്ലീവ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേറെ കുറേ സംശയം ഉണ്ടാവും, ബെൽറ്റ് ഇടാൻ പറ്റുമോ, ബെൽറ്റിൽ നിങ്ങൾക്ക് മെറ്റൽ പാർട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൽറ്റ് ധരിക്കാൻ സാധിക്കുന്നതല്ല. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ജീൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ മെറ്റലിൻ്റെ ബട്ടൺസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഒരു പ്രശ്നം വരുത്തി വരാതിരിക്കുക. ലൈക്ക് അത് നിങ്ങൾക്ക് മെൻ്റലി നിങ്ങളുടെ എക്സാമിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, സോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റി വെക്കുക. സോ ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് ഈ റഫ് പേപ്പേഴ്സ് ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 6ഓളം റഫ് പേപ്പേഴ്സ് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റഫ് പേപ്പേഴ്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് അവിടെ തന്നെ ആ പേപ്പേഴ്സിൽ എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യുക, നിങ്ങൾക്ക് റഫ് വർക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡീഷണൽ പേപ്പേഴ്സ് ഒന്നും റഫ് വർക്കിന് വേണ്ടി കൊണ്ടുപോകേണ്ടതും ആയിട്ടില്ല. സോ ഇത്രയാണ് നമ്മൾ ഫൈനലായിട്ട് നോക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ്.